ഗ്രേസ് ടൈമിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സജിത് ബ്രദർ ഇപ്പോൾ മസ്കറ്റിൽ ശുശ്രൂഷ കൊണ്ടിരിക്കുന്നു. വിളിച്ചപ്പോൾ മസ്കറ്റിൽ വലിയ കാര്യങ്ങൾ യേശു ചെയ്യുന്നത് കേൾപ്പാനിടയായി. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ 3 ദിവസം നടന്ന വിടുതൽ ശുശ്രൂഷയിൽ യേശു വലിയ കാര്യങ്ങൾ ചെയ്തു. അനേക രോഗികളെ യേശു സൗഖ്യമാക്കി. ശാപത്തിലിരുന്നവർ, ബന്ധനത്തിലിരിക്കുന്നവർ എല്ലാം സ്വാതന്ത്ര്യത്തിൽ, ക്രിസ്തുവേശുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനിടയായി. അവിടെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന മീറ്റിംഗിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കടക്കാം. And I believe in the finished work of Jesus. ഞാൻ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞാട്ടെ. നിങ്ങൾ ആദ്യമേ പറയുന്നത് കാൽവരി ക്രൂശിൽ കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങൾ അതിന് മുഴുവൻ ബെനഫിറ്റ്സും പ്രാപിക്കുകയാണ്. അതിലൂടെ എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ സ്വീകരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താൽ, ശക്തിയോടെ കരമടിച്ചാൽ. സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. മഹാപുരോഹിതനായി യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയവനായി നമുക്ക് വേണ്ടി കടന്നുപോയി സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. നിരപ്പിച്ചു നമ്മെ പിതാവിനോട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ 24 മണിക്കൂർ 365 ദിവസവും പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിന്നോണ്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ലെങ്കിലും നിനക്ക് വേണ്ടി വാദിക്കാൻ യേശുവുണ്ട്. സോ മേളത്തെ കാര്യമെല്ലാം ഓക്കെ ആയി. ഹല്ലേലൂയ. യേശു സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിതാവിന് കൊടുക്കേണ്ടിയ വില പിതാവിന് കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാ ഒന്നാമത്തെ ദിവസം നമ്മൾ കേട്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ കേട്ടത് ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ചെയ്തു കഴിഞ്ഞു എന്നറിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പോവുക, ബാക്കി നീ ഇവിടെ ചെയ്തോ. ഇതറിഞ്ഞോണ്ട് നീ ഇവിടെ ചെയ്തോ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ അഴിക്കുന്നത് അഴിയപ്പെടും, നീ കെട്ടുന്നത് കെട്ടപ്പെടും. അഴിക്കാനും കെട്ടാനും അധികാരം നിന്റെ കയ്യിലാണ്. നീയാണ് അധികാരി. നിന്നെയാണ് അധികാരിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ അതാണ് സംഭവിച്ചത്. ഇന്നലെ അതിൻ്റെ ആഴങ്ങളാണ് പറഞ്ഞത്. ഭൂമിയിൽ ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഈ കർത്താവ് പറഞ്ഞ അവസാനത്തെ വാഗ്ദത്തവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഉയർത്തപ്പെടുകയാണ്, ഞാൻ ഉയർത്തപ്പെടും, ഞാൻ ഉയർത്തപ്പെട്ടാൽ ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒന്ന്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെയല്ല. ലോകത്തിന് അത് എടുക്കാൻ പറ്റത്തുമില്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇത് ലോകം തരുന്ന പോലെയല്ല. ലോകത്തിന് എടുക്കാനായിട്ട് കഴിയത്തില്ല. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞ വാക്കാകട്ടോ, എല്ലാം ചെയ്ത് കഴിഞ്ഞ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാ. എത്ര നാൾ? ലോകാവസാനത്തോളം. അപ്പോൾ കർത്താവ് ലോകാവസാനം വരെയുള്ളൂ. അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും? ലോകാവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ, അത് കഴിഞ്ഞ് നീ എൻ്റെ കൂടെ. ലോകാവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നീ അവിടെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇനി നിന്നെ പിരിഞ്ഞിട്ടൊരു പരിപാടിയില്ല. നീയും ഞാനും ഒന്നായിനി. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തെറ്റലസ്കായ്, തെറ്റലെസ്കറ്റോസ്, തെറ്റൽ തറയുമറി എന്ന ആശയത്തെ നിങ്ങൾ യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം എനിക്ക് വേണ്ടി യേശു ചെയ്തു കഴിഞ്ഞു. ഇനി സ്വർഗത്തിൽ എനിക്കായിട്ട് ഒന്നും ചെയ്യാനില്ല. ഭൂമിയിൽ ചെയ്യാനുള്ളതെല്ലാം എനിക്ക് വേണ്ടി കർത്താവ് ചെയ്തു കഴിഞ്ഞു. രോഗം മാറാൻ വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. സമാധാനം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോയിരിക്കുന്നു. ഓ, ഹല്ലേലൂയ. ഇനി ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ധനത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്ത് തന്നിരിക്കുന്നു. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദാരിദ്ര്യം മാറാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. അവൻ ദരിദ്രനായത് നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയാ. ഓ, നിങ്ങളിത് വിശ്വാസത്താൽ കരമടിച്ച് ഏറ്റെടുക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഇത് വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിലുള്ളത് ബന്ധനമല്ല, സ്വാതന്ത്ര്യമത്രേ. ഫിനിഷ്ഡ് വർക്കിൽ വിശ്വസിക്കുന്നവരെ ബൈബിൾ വിളിച്ചിരിക്കുന്ന മറ്റൊരു വാക്കാണ് ക്രിസ്തുവിലുള്ളവർ.
രണ്ട് പദമാണ്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിലുള്ളവർ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷ പ്ലസ് വിധി. പാപത്തിന്റെ ശിക്ഷയില്ല, നിയമത്തിന്റെ വിധിയില്ല. നോ കണ്ടംനേഷൻ. ഇനി ഒരു ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് താഴെ പാതാളത്തിൽ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു. സ്വർഗത്തിൽ ക്രൂശിന്റെ 4 അഗ്രമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. മേളത്തെ അഗ്രം മേളിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. താഴത്തെ അഗ്രം രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നത് ഭൂമി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിൽക്കുന്ന അടിയിലത്തെ മെയിൻ തൂണ്, അത് പാതാളത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. കർത്താവ് പാതാളത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞോ? മിണ്ടുന്നില്ലല്ലോ ചങ്ങനാശ്ശേരിക്കാരെ, ഉറക്കെ പറ. ചെയ്തു കഴിഞ്ഞോ? ചെയ്തു കഴിഞ്ഞു എങ്കിൽ ഇന്ന് പാതാളത്തിൻ്റെ മേൽ നിനക്കും എനിക്കും ജയമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഭൂമി മാത്രമേ യേശുവേ അങ്ങേക്ക് അധികാരമുള്ളൂ. സ്വർഗത്തിലും ഭൂമിയുടെ മാത്രം അധികാരിയാണോ നീ? പാതാളത്തിൽ എങ്ങനെയാ? നരകത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാ? അവിടെ ആരാ അധികാരി? ഇപ്പം അവിടെ പിശാചാണോ ഇപ്പോൾ വാഴുന്നത്? അവിടെ പിശാചിനെ എങ്ങനെയായിരുന്നു സ്ഥിതിയാക്കി വെച്ചിരിക്കുന്നത്? എങ്ങനെയാ അതിൻ്റെ മേലുള്ള ക്രിയ? കാൽവരി ക്രൂശിൽ കർത്താവ് ചെയ്ത പൂർത്തീകരണ പ്രവൃത്തിയിൽ സംഭവിച്ചത് കൊളോസ് ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും എടുക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു വിടാം. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. അവരെ നിരായുധരാക്കി, പരസ്യക്കാഴ്ചയാക്കി. ഓ ഹല്ലേലൂയ പറഞ്ഞേ. ആയുധവർഗം വെപ്പിക്കേണ്ടി വന്നത് ആയുധം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പഴയ നിയമം മുഴുവൻ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, പിശാച് ആയുധമായിട്ട് കഴുത്ത് നിന്ന് കയറഴിച്ചു വിട്ട കാളയെ പോലെ പറന്ന് നടന്ന് മനുഷ്യന്മാരെ കൂത്തി ഉപദ്രവിക്കുകയായിരുന്നു. ഇവനെ ആരും പിടിച്ചു കെട്ടിയിരുന്നില്ല, ആർക്കും ഇവനെ പിടിച്ചു കെട്ടാൻ പറ്റിയിരുന്നില്ല. ഇവൻ ആയുധം കൊണ്ട് അരമന കാത്ത് അധികാരിയായി തുടരുകയായിരുന്നു. ആരും ഇവനെ ബന്ധിച്ചിരുന്നില്ല, ഇവൻ എല്ലാവരെയും ബന്ധിച്ചിരുന്നു. നിങ്ങൾ കേട്ടോ പദം? ഇവനെ ആരും ബന്ധിച്ചിരുന്നില്ല, ഇവൻ എല്ലാവരെയും ബന്ധിച്ചിരുന്നു. ഇവൻ വലിയ ആളായിട്ട് ആൾക്കാരെ നിർത്തി കാര്യങ്ങൾ ചെയ്ത് ബന്ധനം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ഇവനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിരുന്നില്ല. യേശു കർത്താവ് ഭൂമി വന്നപ്പോഴും പറഞ്ഞത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ കർത്താവും വന്ന് പറഞ്ഞത് ബലവാനെ ഇതുവരെ പിടിച്ച് കെട്ടിയിട്ടില്ല, പിടിച്ച് കെട്ടിയാലേ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. എന്നാൽ അന്ന് യേശു ഇത് പരസ്യ ശുശ്രൂഷ കാലത്ത് പറയുമ്പോൾ ബലവാൻ ബന്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു പ്രിയരെ. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടിയപ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് പിശാചിന് ആയുധമില്ല. ഈ സത്യം ഒന്ന് അറിഞ്ഞാൽ നീ കണ്ണു തുറക്കും. നിന്നെ ഉപദ്രവിക്കുമെന്ന് പറയുന്ന കള്ള പിശാചിനോട് പറ, പഴം മുറിക്കാൻ പോലും ഒരു കത്തി കയ്യിലില്ലാത്ത നീയാണോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത്? അമ്മേ, ഞാൻ 2 പദം പറയാൻ പോവാ, വേണ്ടവർ പ്രാപിച്ചോ. സാത്താൻ്റെ കയ്യിൽ ഒരായുധമില്ല, നിന്റെ കയ്യിൽ ദൈവത്തിൻ്റെ സർവ ആയുധ വർഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ, ജയം എന്റേതാ. യുദ്ധത്തിന് മുമ്പേ ജയം പറയുന്ന ഏക കൂട്ടർ ദൈവമക്കളാ. ഇന്ന് നിങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ജയത്തെ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. കാരണം നിങ്ങൾ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല, ജയിച്ചത് കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാ. യേശുവിന്റെ നാമം ഞാൻ ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളല്ല, യേശു ക്രിസ്തുവിൽ ഞാൻ ജയാളി ആയതുകൊണ്ട് യുദ്ധം ചെയ്യുന്നയാളാ. പാതാളത്തിന് മേൽ യേശു ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. ആമേൻ. ഇന്നത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വരികയാണ്. 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ പറഞ്ഞ പദം കൂടെ അതിനിടയ്ക്കൊന്ന് എടുത്തിടാൻ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കാരണം പാതാള ഗോപുരം ഇനി ഉയർന്നു വന്നാലും ജയിക്കാൻ കഴിയാത്ത നിലയിൽ അവിടെ ഞാൻ അതിൻ്റെ മേൽ അധികാരിയായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇത് യോഹന്നാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാൻ കർത്തൃ ശുശ്രൂഷ നിമിത്തം ഉപദ്രവത്തിൽ, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അതികഠിനമായ ഉപദ്രവം സഭയ്ക്ക് നേരിടപ്പെട്ടപ്പോൾ നാട് കടത്തപ്പെട്ട് പത്മോസ് എന്ന് പറയുന്ന ഈജിയൻ കടലിടുക്കിലായിരുന്നു. ഈജിയൻ കടലിടുക്കാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഈജിയൻ കടലിടുക്കായിരുന്നു. രാഷ്ട്രീയ തടവറയിൽപ്പെട്ടവരെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്. യോഹന്നാൻ ആകെപ്പാട് കൂട്ടായിട്ട് പത്മോസിലുള്ളത് തനിക്ക് മുമ്പേ നാട് കടത്തപ്പെട്ടവരുടെ തലയോട്ടി, പിന്നെ കൂട്ടായിട്ടുള്ളത് താനൊന്ന് കണ്ണടച്ചാൽ തന്നെ കൊത്തിപ്പറിക്കുമെന്ന് പറഞ്ഞ് താഴ്ന്നു പറന്ന് നടക്കുന്ന കഴുകന്മാർ. ഇത് മാത്രമേ യോഹന്നാന് പത്മോസിൽ കൂട്ടായിട്ടുള്ളൂ. ഇങ്ങനെ ഉള്ള യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി. യോഹന്നാൻ ഇതിനു മുമ്പ് യേശുവിനെ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഇതിനു മുമ്പ് യേശു ക്രൂശിൽ കിടക്കുന്നതും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഇതിനു മുമ്പ് യേശുവിൻ്റെ മാറോട് ചാഞ്ഞു നിന്ന് യേശുവിൻ്റെ ഹൃദയസ്പന്ദനം അറിഞ്ഞിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ഈ കണ്ട യേശുവിനെ ഏറ്റവും ഒടുവിൽ യോഹന്നാൻ കണ്ടത് എങ്ങനെയാണെന്നറിയോ? തലയിൽ മുൾക്കിരീടം വെച്ച് തളർന്ന് തകർന്ന് വിവശനായി തകർക്കപ്പെട്ടവനായി കാൽവരി ക്രൂശിൽ യോഹന്നാൻ യേശുവിനെ കണ്ടു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, മകനെ ഇതാ നിന്റെ അമ്മ എന്ന ക്രൂശിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം അടുത്ത പ്രഖ്യാപനം യോഹന്നാൻ കേട്ടത് ഇതാണ്: സകലവും നിവർത്തിയായി. സകലവും നിവർത്തിയായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ ക്രൂശിൻ്റെ ആ ചിത്രം നിങ്ങൾ കണ്ടാൽ അറിയാം. ക്രൂശിൻ്റെ മേളിൽ 3 ഭാഷകളിൽ, അന്ന് ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന അരാമ്യ ഭാഷ, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, 3 ഭാഷകളിലും ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. യഹൂദന്മാരുടെ രാജാവാണ് ഈ കിടക്കുന്നയാൾ. ലോകത്തിലുള്ള 3 പ്രധാന ഭാഷകളിൽ എഴുത്ത്, അരാമ്യ ഭാഷ, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ എഴുത്ത് അവിടെ ഉണ്ടായിരുന്നതും യോഹന്നാൻ വായിച്ചിട്ടുണ്ട്. ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ ഇതിനെ 3 നാൾ കൊണ്ട് പണിയുമെന്ന് യേശു പറഞ്ഞത് യേശുവിൻ്റെ കൂടെ നടന്ന ഈ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞത് ഈ യോഹന്നാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ യോഹന്നാൻ ഏറ്റവും ഒടുവിൽ യേശുവിനെ കണ്ടത് നിങ്ങൾക്കറിയാമോ? തളർന്ന് തകർന്ന് അവശനായി കുരിശിൽ കിടന്ന് നിലവിളിക്കുന്ന ദൈവപുത്രനെ കണ്ടിട്ടാണ് യോഹന്നാൻ നിൽക്കുന്നത്. യോഹന്നാനെ, ഇനി ഒരു പ്രത്യക്ഷപ്പെടൽ നിന്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവുക. നീ ഇന്നലെ എൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, ഇന്നലെ എൻ്റെ കയ്യിൽ ആണിയടിക്കപ്പെട്ടവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, ഇന്നലെ എൻ്റെ വിലാപ്പുറം കുത്തി തുറന്നവനായി നീ എന്നെ കണ്ടുവെങ്കിൽ, പൂർത്തീകരണ പ്രവൃത്തിക്ക് ശേഷം ഞാൻ നിന്നെ ഒന്ന് കാണിക്കാൻ പോവാ. ഹല്ലേലൂയ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പോവാ യോഹന്നാനെ. അതാ വെളിപ്പാട്. അതാ വെളിപ്പാട്. ദ വേർഡ് അപ്പോക്കാലിപ്സിസ്, മറ നീക്കി മറച്ചു വെച്ചതിനെ കാണിക്കുക. യോഹന്നാനെ, ഞാൻ എന്താണെന്ന് നിന്നെ ഞാനൊന്ന് കാണിക്കാൻ പോവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സകലവും നിവർത്തിയായി എന്ന് എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ പറഞ്ഞ ശേഷം ഇത് പത്മോസിൽ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടുന്ന യേശു അന്ന് പറഞ്ഞ 2-3 പദങ്ങൾ ഞാൻ ഇങ്ങോട്ടിടാം. വേണ്ടവരതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. 1, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭം മാത്രമല്ല, ഞാൻ അവസാനവും കൂടെയാണ്. ഞാൻ തുടക്കക്കാരൻ മാത്രമല്ല, ഞാൻ ഒടുക്കക്കാരനും കൂടെയാണ്. ഞാൻ ഓദറും മാത്രമല്ല, ഞാൻ ഫിനിഷറും കൂടെയാണ്. ഞാൻ വല്ലതും തുടങ്ങിയാൽ ഇട്ടേച്ചു പോകുന്നവനല്ല, തുടങ്ങിയെടുത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നവനാണ്. ഞാൻ ആൽഫ മാത്രമല്ല, ഞാൻ ഒമേഗ കൂടെയാണ്. ഞാൻ ആദ്യൻ മാത്രമല്ല, ഞാൻ അന്ത്യൻ കൂടെയാണ്. യോഹന്നാനെ, നീ വിശ്വസിച്ചവൻ തുടക്കക്കാരൻ മാത്രമല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നിവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവപുത്രൻ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തി ചെയ്തിട്ട് നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന യേശു, അവൻ തുടക്കക്കാരൻ മാത്രമല്ല, അവൻ വല്ലതും തുടങ്ങിയാൽ ഇട്ടേച്ചു പോകുന്നവനല്ല, ചെയ്തത് പൂർത്തീകരിപ്പാൻ തൻ്റെ ബലത്തിൻ ഗോപുരവുമായി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം ആരംഭിച്ച വല്ലതും വൈകുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആരെങ്കിലും എൻ്റെ സമീപത്തുണ്ടെങ്കിൽ ഈ ആലോചന നിങ്ങളെ ഇന്ന് രാവിലെ ബലപ്പെടുത്തട്ടെ.
ഈ ആലോചനയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഞാൻ തുടക്കക്കാരൻ മാത്രമല്ല, ഞാൻ ആൽഫ മാത്രമല്ല, ഞാൻ ആദ്യൻ മാത്രമല്ല, ഞാൻ അന്ത്യനും കൂടെയാണ്. ഞാൻ തുടങ്ങിയതിനെ ഞാൻ അവസാനിപ്പിക്കുന്നത്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ലോകരാജ്യങ്ങൾ ഞങ്ങളെ കേൾക്കുന്നവരെ, ഏതെങ്കിലും ദൈവപ്രവൃത്തികൾ വൈകുന്നത് കണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ലോകത്തിൽ ജീവിക്കാതെ തൻ്റെ ഇടത്തോടെ നെഞ്ചും നെറ്റിയും വിരിച്ച് പറ, ഈ ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ അവസാനിപ്പിക്കുന്ന ദൈവം അത്രേ. കല്ലറ കൊണ്ടോ കാരാഗ്രഹം കൊണ്ടോ ഒതുങ്ങുന്നവനല്ല ഇവൻ. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു ഭയങ്കര അഭിഷേകം എൻ്റെ അകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ജയം. പാതാളത്തിൽ കർത്താവ് ചെയ്തത് എന്താണെന്നറിയാമോ? 3 മണി നേരം മുതൽ 9 മണി നേരം മുഴുവൻ ദേശം മുഴുവൻ അന്ധകാരം കൊണ്ട് നിറഞ്ഞപ്പോൾ ഭൂമിയിൽ ഒരു വർത്തമാനം യേശു പറഞ്ഞിട്ടില്ല. ക്രൂശിൻ്റെ 3 യാമങ്ങൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. 3 സമയങ്ങൾ. ആദ്യത്തെ 3 മണിക്കൂർ, ആ 3 മണിക്കൂറിൽ യേശു വിലപ്പെട്ട 3 മൊഴികൾ പറഞ്ഞു. ഒന്ന്, എനിക്ക് ദാഹിക്കുന്നു. പറഞ്ഞ, എനിക്ക് ദാഹിക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. നോക്ക്, 3 പ്രഖ്യാപനങ്ങൾ യേശു ആ നാഴികയിൽ ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ഒരു നാഴികയുണ്ട്, നിശബ്ദതയുടെ ഒരു 3 മണി നേരം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഭൂമിയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ആദ്യത്തെ 3 മണി നേരം. ഇനി അടുത്തത് പാതാളത്തിൻ്റെ അധികാരികളുടെ മേൽ വലിയൊരു ആധിപത്യം സ്ഥാപിക്കുന്ന അടുത്ത 3 മണിക്കൂർ. ഇതാ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം. എഫേസ്യ ലേഖനം പറയുമ്പോൾ പറയുന്നു, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അവൻ ഇറങ്ങി. നോഹയുടെ കാലം മുതൽ മരിച്ചവരായ വിശുദ്ധന്മാരോട് അവൻ ആത്മാവിൽ പാതാളത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. സബ് ജയിലിൽ, പാതാള തടവറയിലായിരുന്നവരുടെ ആത്മാക്കളെ യേശു പുനരുത്ഥാനത്തിൽ തൻ്റെ കൂടെ കൊണ്ടുപോയി സ്വർഗത്തിൽ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനിയും കർത്താവിന് സ്തോത്രം ചെയ്തേ. എന്നാൽ യേശു പാതാളത്തിൽ ചെന്നിട്ട് വെറും കൈയായിട്ട് തിരിച്ചു വരികയല്ലായിരുന്നു. പാതാളത്തിൽ ചെന്ന യേശു സാത്താനെ അവൻ്റെ വീട്ടിൽ കയറി അവനെ നിരായുധനാക്കി. ഓ ഹല്ലേലൂയ. അവൻ്റെ വീട്ടിൽ കയറി അവനെ നിരായുധനാക്കി. ഇത് എൻ്റേതാന്ന് പറഞ്ഞപ്പം സാത്താനോട് യേശുവിൻ്റെ മറുപടി, സ്വർഗാരോഹണം ചെയ്തപ്പോൾ യേശു പറഞ്ഞു, ഇത് മുഴുവൻ എൻ്റേതാക്കിയിട്ടുണ്ട് ഞാൻ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോഴും അധികാരി പാതാളത്തിൽ അവനാ. ഓ, ഭൂമിയുടെ അധികാരം പുനരുത്ഥാനത്തോടു കൂടി യേശു തിരിച്ചു പിടിച്ചു. അപ്പോഴും പാതാളത്തിൻ്റെ അധികാരം അവനാ. ക്രൂശിൻ്റെ 3 മണിക്കൂർ നിശബ്ദതയിൽ പാതാളത്തിൻ്റെ ആധിപത്യം അവസാനിക്കുകയായിരുന്നു. അവൻ്റെ വീട്ടിൽ കയറി അവനെ ബന്ധിക്കുകയാണ്. ഓ, ആയുധം കൊണ്ട് അരമനകാത്തവനെ നിരായുധനാക്കി. യേശുവിൻ്റെ നാമം ജയം. ചങ്ങനാശ്ശേരിയിൽ ഏതെങ്കിലും ഒരു വാഴ്ച ഉണ്ടെങ്കിൽ ആ വാഴ്ച ദൈവമക്കളുടെ വാഴ്ചയാണ്. ഇവിടെ ഇന്ന് വാഴാൻ പിശാചിന് അധികാരമില്ല, ഇവിടെ വീഴാനേ പിശാചിന് അധികാരമുള്ളൂ. നമുക്കിവിടെ വീഴാനല്ല അധികാരം, നമുക്കിവിടെ വാഴാനാണ് അധികാരം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു സാത്താനെ നിരായുധനാക്കി. എന്നിട്ടാണ് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ വാക്കിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യേശു പറയുന്നത്. 17-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. 18-ാം വാക്യം, ഞാൻ മരിച്ചവനായിരുന്നു. കേട്ടോണേ ആ വാക്ക്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ക്രൂശിൽ മരിച്ചിരുന്നു. ഹലോ, ഞാൻ മരിച്ചവനായിരുന്നു. അടുത്ത പദം കേട്ടോണേ, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യോഹന്നാനെ, പേടിക്കണ്ട, നിന്റെ പ്രാണപ്രിയം മരിച്ചു പോയിട്ടില്ലടാ, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. ഇന്ന് രാത്രി പൂർത്തീകരണ പ്രവൃത്തി ചെയ്തവൻ എന്നേക്കും ജീവിച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? നിന്നെ പൂർത്തീകരിക്കാൻ. കേട്ടില്ല, നിങ്ങളെ പദം കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാനെ, നിന്റെ പത്മോസിൽ ഇന്ന് അവൻ ഇറങ്ങി വരും. എന്തിനാണെന്നറിയോ? കണ്ടേച്ചു പോകാനല്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞവനാ നിന്റെ കൂടെ ഉള്ളതെന്ന് അറിയിക്കാനാ.
അറിയിക്കാനാ. യോഹന്നാനെ, സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ക്രൂശിലെ അവസാന മൊഴി യോഹന്നാൻ കേട്ടതാ കേട്ടോ. സകലവും നിവൃത്തിയായി. അല്പം ഒരു അങ്കാല പകത്തു വന്നു യോഹന്നാന്റെ ഉള്ളിൽ. എല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ പത്മോസിന്റെ കഷ്ടതയിൽ നിവർത്തിയാക്കിയവൻ എവിടെ? ഉത്തരം അടുത്ത വാക്കിൽ കൈവച്ച് ഭയപ്പെടേണ്ട. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ പറയട്ടെ. ഇന്ന് രാവിലെ കർത്താവേ, ഈ 3 ദിവസവും അങ്ങെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നത് കേട്ട് ഞാൻ ആമേൻ പറഞ്ഞു. പക്ഷെ പണി തീരാത്ത എൻ്റെ വീടിന്റെ കാര്യം എങ്ങനെയാ? വിവാഹം നടക്കാത്ത എൻ്റെ കുഞ്ഞിന്റെ കാര്യം എങ്ങനെയാ? പേപ്പർ ശരിയാകാത്ത എൻ്റെ വിഷയുടെ കാര്യം എങ്ങനെയാ? കിട്ടാത്ത ലൈസൻസിന്റെ കാര്യം എങ്ങനെയാ? അടഞ്ഞുപോയ വഴിയുടെ കാര്യം എങ്ങനെയാ? ഈ രാവിലെ തികച്ചവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ തോളത്ത് കൈവച്ച് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. ബ്രദറെ, കേട്ട ആലോചനയ്ക്ക് മുഴുവൻ ഞാൻ ആമേൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. ഇന്നും നാട്ടുകാരെന്നെ മച്ചി എന്ന് വിളിച്ച് കളിയാക്കുക. ആരോടൊക്കെയോ ഇന്ന് രാത്രി വളരെ വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാനും സ്തോത്രം പറഞ്ഞു ബ്രദറെ. പക്ഷെ കടഭാരം മാറിയ നേരമില്ല വീട്ടില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ ആമേൻ പറഞ്ഞു ബ്രദറെ. പക്ഷെ എന്റെ വസ്തുവിന്റെ കച്ചവടം ഇതുവരെ നടന്നിട്ടില്ല. ജീവിതത്തിന്റെ പ്രായോഗിക പരുപരത്തെ അവസ്ഥയെ കാണിച്ചിട്ട് എൻ്റെ കർത്താവ് പ്രവൃത്തിയൊന്നും ചെയ്ത് കഴിഞ്ഞില്ലെന്ന് കള്ള പിശാച് നിന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇതാ എല്ലാം കഴിഞ്ഞവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്നോട് പറയുക, അതിനെ നീ മൈൻഡ് ചെയ്യണ്ട, അതിനെ നീ മൈൻഡ് ചെയ്യണ്ട. എത്ര വർഷമായിട്ട് ഇവൾക്ക് കണ്ണ് കണ്ടുകൂടാ? കേട്ടില്ല? 10 വർഷമായിട്ട് കണ്ണ് കണ്ടുകൂടാ. വിശ്വസിക്കുന്നു യേശുവിന്റെ ശക്തി ഇപ്പൊ വ്യാപരിക്കുന്നു. ഈ അമ്മ വിശ്വസിക്കുന്നുണ്ട്. 10 ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണോ? ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാ കാഴ്ച നഷ്ടപ്പെട്ടത്. ഞാൻ വിശ്വസിക്കുന്നു സിസ്റ്റർ, നിങ്ങളുടെ കണ്ണ് 2 കണ്ണിലോട്ട് കൈ എടുത്ത് വെച്ചേ. ഈ കണ്ണ് ഇപ്പൊ കാഴ്ച പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. എന്നിട്ട് നിങ്ങളൊന്ന് ആമേൻ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എഗ്രി ചെയ്തേ. 10 വർഷമായിട്ട് കാണാത്ത കണ്ണേ, അമ്മ വിശ്വസിക്കുന്നു. ഇവരുടെ കണ്ണിലേക്ക് ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കണം. ഇതെത്ര? 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 ഞങ്ങൾക്ക് കണ്ണുകൾ അടച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ അങ്ങയുടെ പ്രേക്ഷകരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നപ്പാ. അവരുടെ ആവശ്യം ഇന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ എല്ലാ ആവശ്യങ്ങളും അറിയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അത്ഭുതത്തിനു വേണ്ടിയും എല്ലാ വിടുതലിനു വേണ്ടിയും കാൽവരി ക്രൂശിൽ യേശു ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു.
അങ്ങയുടെ രോഗം, ഞങ്ങളുടെ രോഗം സൗഖ്യമാകാൻ വേണ്ടി അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ രോഗങ്ങളും ഇന്ന് സൗഖ്യമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നതിനായി നന്ദി പറയുന്നു. ആർത്രൈറ്റിസിന്റെ രോഗമായി ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശാപത്തിലായിരിക്കുന്നവർ ഇത് കേട്ടുകൊള്ളുക. മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ശാപത്തിൽ തുടരേണ്ട. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തതുകൊണ്ട് നിങ്ങൾക്കിനി ശാപമില്ല, സ്വാതന്ത്ര്യം അത്രയാകുന്നു. ആ സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, യേശു അത് ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് ഉത്തരമല്ലതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചത്തെ യോഗ വിവരങ്ങൾ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ഒക്ടോബർ 13 രണ്ടാം ശനിയാഴ്ച രാവിലെ 10 മുതൽ സജിത് ബ്രദർ ചെങ്ങന്നൂരിൽ ശുശ്രൂഷിക്കുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റിലാക്സിൻ ഹോട്ടലിൽ സജിത് ബ്രദർ ശുശ്രൂഷിക്കുന്നു. ചിന്തിക്കുന്നുണ്ടായിരിക്കും, വിദേശത്തായിരിക്കുന്ന ഞാൻ എങ്ങനെ ഇത് കാണുമെന്ന്. അതിനായി ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കട്ടെ. ഈ ചെങ്ങന്നൂർ മീറ്റിംഗിന്റെ ലൈവ് വെബ്കാസ്റ്റ് www.heavenlytv.tv എന്ന വെബ്സൈറ്റിൽ നിന്ന് രാവിലെ 10 മുതൽ ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരോടും ഒന്ന് പറയുക, എല്ലാവരും ഇത് കാണണമെന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു.